മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ച് ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. 68-ാം സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീയിങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതേ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവത്തിന് പാടുവിൻ, അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴിനിരത്തുവിൻ. യാഹ് എന്നാകുന്നു അവന്റെ നാമം, അവന്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു. ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കിവെച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു. വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടന്നപ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ, ദൈവം വസിപ്പാനിച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിലെന്നേക്കും വസിക്കും. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. നമ്മുടെ രക്ഷയാകുന്ന ദൈവവുമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതേ, ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്ത് കളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാഷാനിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നാപ്താലി പ്രഭുക്കന്മാരും നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. യെരൂശലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ. യുദ്ധ തൽപരരായ ജാതികളെ ചിതറിക്കണമേ. മിസ്രൈമിൽ നിന്ന് മഹത്തുക്കൾ വരും. ക്രൂശ് വേഗത്തിൽ തൻ്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടും.
ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവിൻ. കർത്താവിന് കീർത്തനം ചെയ്യുവിൻ. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ. ഇതാ അവൻ തൻ്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിന് ശക്തി കൊടുപ്പിൻ. അവൻ്റെ മഹിമ ഇസ്രായേലിന്മേലും അവൻ്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 69-ാം സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു. എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു. എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. സൈന്യങ്ങളിലെ യഹോവയായ കർത്താവേ, നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ. ഇസ്രായേലിന്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ഞാൻ കരഞ്ഞു ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. അതും എനിക്ക് നിന്നയായി തീർന്നു. ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി. ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു. ഞാൻ മദ്യപാന്മാരുടെ പാട്ടായിരിക്കുന്നു. ഞാനോ യഹോവേ, പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദയയുടെ ബഹുത്വത്താൽ, നിന്റെ രക്ഷാവിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമരുളണമേ. ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ. ഞാൻ താണു പോകരുതേ. എന്നെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ജലപ്രവാഹം എൻ്റെ മീതെ കവിയരുതേ. ആഴം എന്നെ വിഴുങ്ങരുതേ. കുഴി എന്നെ അടച്ചു കൊള്ളുകയും അരുതേ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ ദയ നല്ലതല്ലോ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എങ്കിലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടത്തിൽ ഇരിക്കയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികളെല്ലാവരും നിന്റെ ദൃഷ്ടിയിലിരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാക്കണമേ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു. നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ. നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ. നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ. ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു. ദൈവമേ, നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. സ്വോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. തൻ്റെ ബദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. 70-ാം സങ്കീർത്തനം.
സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം. ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. യഹോവേ, താമസിക്കരുതേ. 71 സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടിയാലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. പിന്തുടർന്ന് പിടിപ്പിൻ, വിടുവിപ്പാൻ ആരുമില്ല എന്നവർ പറയുന്നു. ദൈവമേ, എന്നോട് അകന്നിരിക്കരുതേ. എൻ്റെ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എൻ്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ് ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീരപ്രവൃത്തികളോടുകൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയും ഉള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാനും വീണകൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവയെ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എൻ്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. 72 സങ്കീർത്തനം. ശലോമോന്റെ ഒരു സങ്കീർത്തനം. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ഷേബയിലെയും സേബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ.
എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ശേബപ്പൊന്ന് അവന് കാഴ്ച വരും. അവനു വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധിയുണ്ടാകും. അതിൻ്റെ വിളവ് ലെബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അവൻ്റെ നാമം സൂര്യൻ ഉള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 3-ാം പുസ്തകം. 73-ാം സങ്കീർത്തനം. ആസാഫിന്റെ ഒരു സങ്കീർത്തനം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഊന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു. ഉഷസ്സു തോറും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. ഈശോയോട് നന്ദി പറഞ്ഞ് ഈ വ്യാഴാഴ്ച പ്രഭാതം നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിട്ട് എല്ലാ മേഖലകളെയും ശാന്തമായിട്ട് ഈശോയിലേക്ക് സമർപ്പിച്ച് പലവിധ ചിന്തകളൊക്കെ മാറിപ്പോകട്ടെ. അവൻ്റെ സന്നിധിയിലായിരിക്കും. ക്രൂശിതനായ കർത്താവിനെ എൻ്റെ കൺമുൻപിൽ ദർശിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ അടുത്ത 30 മിനിറ്റ് സമയം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാനും ഈ ആലയത്തിൽ ഏകാന്തമായിട്ട് ഞാൻ ആരെയും നോക്കുന്നില്ല കേട്ടോ, മറ്റൊരു ചിന്തകളുമില്ല. കർത്താവേ,
ഈ പ്രഭാതം ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരാൻ, സുഖമായ നിദ്ര പ്രദാനം ചെയ്യാൻ ഈ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനായിട്ടും നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ യേശുവേ. സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വചനധാരയുടെ 353 ഈ ദിവസം, ഇന്ന് പ്രഭാതം കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന തിരുവചനം സദൃശ്യവാക്യങ്ങളിലെ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനമാണ്. സദൃശ്യവാക്യങ്ങൾ അധ്യായം 16 വാക്യം 1. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അഥവാ ആലോചനകൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. പല പദ്ധതികളും നമുക്കുണ്ട്, വലിയ വലിയ മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അവ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അത് കർത്താവിൽ നിന്ന് വരുന്നതായിരിക്കണം. കർത്താവേ, ഞാൻ എത്ര തന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങളോ പദ്ധതികളോ വിഭാവനം ചെയ്താലും അങ്ങയുടെ ആശ്രയമില്ലാതെ, അങ്ങ് എൻ്റെ കൂടെയില്ലാതെ ഒരിഞ്ച് പോലും മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ലെന്ന് ഞങ്ങളിതാ ഈ സമയം മനസ്സിലാക്കുന്നു. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള മേഖലകളെക്കുറിച്ചൊക്കെ വലിയ വലിയ പദ്ധതികളും വലിയ വിഭാവനങ്ങളുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങയെ കൂടി ആശ്രയിക്കുവാൻ, അങ്ങയോടുകൂടി തീരുമാനത്തിൻ്റെ ആ കൃപയുടെ ശക്തി കൊണ്ട് നിറയുവാനും ഞങ്ങളെ ക്രമപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ. പ്രിയരെ, നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കർത്താവിന് പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ചെറിയ തീരുമാനം പോലും പ്രാർത്ഥനാപൂർവം എടുക്കാനായിട്ട് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലെന്നും എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഇണയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം ജീവിതത്തിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതെന്ന് കർത്താവ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളാരും ഏകരല്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മറ്റു വ്യക്തികളുമായിട്ട്
ഈ സമൂഹവുമായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കുന്നു. നീ എത്ര തന്നെ പ്രയത്നിച്ചാലും, നീ എത്ര തന്നെ അധ്വാനിച്ചാലും ഈ ലോകത്തിൽ വിജയം നേടാൻ നിനക്കൊറ്റയ്ക്ക് സാധ്യമല്ല. നിന്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ നിനക്ക് നിരൂപിക്കാം, പക്ഷേ അതിൻ്റെ അവസാനം ഫിനിഷിംഗ് പോയിന്റ് ഈ ലോകത്തിലെ മറ്റു വ്യക്തികളുമായിട്ട്, എൻ്റെ കർത്താവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും എൻ്റെ തന്നിഷ്ടപ്രകാരം മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ ദുശാഠ്യപ്രകാരം തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ബന്ധനം, മറ്റുള്ളവരാരും വകവയ്ക്കാതെ ഞാൻ എൻ്റെ വാക്ക്, എൻ്റെ തീരുമാനം, എൻ്റെ കുടുംബം, എൻ്റെ എന്ന ചിന്തയുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. കർത്താവേ, മറ്റുള്ളവരുമായിട്ട്, പ്രത്യേകിച്ച് ഇണയുമായിട്ട്, കുടുംബവുമായിട്ട് ചേർന്ന് നിൽക്കാൻ, അവരെ കൂടി എൻ്റെ ആലോചനകളിൽ പങ്കെടുപ്പിക്കാൻ ഒരു ഹൃദയ തുറവി ദൈവം നമുക്ക് നൽകട്ടെ കേട്ടോ. ഒരു ഹൃദയ തുറവി ദൈവം നമുക്ക് നൽകട്ടെ. കുടുംബത്തിലെ ഇണയുടെ വലിയൊരു പരാതികളിലൊന്നാണ് ദുശാഠ്യക്കാരനായ, എന്ത് തീരുമാനവും ഒറ്റയ്ക്ക് കൈക്കൊള്ളുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച്. ജോലി മേഖലകളിൽ പരാതിയാണ്. എന്നോട് ആലോചിക്കാതെ ഒരു കൂട്ടായ്മയില്ലാതെ ജീവിക്കുന്ന മക്കളെ പ്രത്യേകം ഈ ദിനം സമർപ്പിക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, മറ്റു മേഖലകളിലൊക്കെ കൂട്ടായ്മ ആചരിക്കാത്ത മക്കളെ, മാറി നിൽക്കുന്നവരെ, സ്വഭാവത്തിൻ്റെ മേഖലയിൽ ദുശാഠ്യം കാണിക്കുന്നവരെ, അവരുടെ മാനസാന്തരത്തിനായിട്ടും സ്വഭാവ സവിശേഷതകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ടും ഏതെങ്കിലും വ്യക്തികളെ പ്രത്യേകിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ മേഖലകളിൽ ശക്തമായ മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരെ ഓർക്കുക. കർത്താവ് വചനം വെളിപ്പെടുത്തുന്നു. 127 സങ്കീർത്തനം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വ്യഥ അധ്വാനിക്കുന്നു. ശാന്തമായിട്ട് കണ്ണുകളടച്ച് എല്ലാ ചിന്തകളും മാറിപ്പോട്ടെ. ഈശോയെ മാത്രം ധ്യാനിച്ച്, യേശുവേ യേശുവേ, നിർബന്ധമായിട്ടും കണ്ണുകൾ അടയ്ക്കുക കേട്ടോ. കണ്ണുകൾ അടയ്ക്കുക. പല വിചാരങ്ങളാൽ ഹൃദയം ചഞ്ചലപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വിചാരത്തെയും ഹൃദയത്തെയും വരുതിയിലാക്കാൻ, സ്വസ്ഥതയോടെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ്,
യേശുവേ, 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 യേശുവേ. ഈ ദിവസത്തെ നമുക്ക് പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് കൊടുക്കാം. പൂർണ്ണമായിട്ടും ഇന്ന് നമുക്കുള്ള പദ്ധതികൾ, വഴിയാത്ര, മറ്റേതെങ്കിലും പ്രത്യേക രീതിയിലുള്ള വിസിറ്റിങ്ങുകൾ, ആരെങ്കിലും സന്ദർശിക്കാനായിട്ട് പോകുന്ന മേഖലകൾ, ജോലി മേഖലകൾ, കർത്താവ് ഇന്ന് ഈ പ്രഭാതം മുതൽ ഞങ്ങൾ വിശ്രമിക്കുന്ന പ്രദോഷം വരെയുള്ള സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കണേ കർത്താവേ. ഇടവകയിൽ ഒരു മരണം നടന്നിരിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കേവലം 6 വയസ്സായ ആ മകൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായിട്ട്. ഈ കഴിഞ്ഞ രാത്രിയിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം ലക്ഷം പേര് കർത്താവെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഞങ്ങളിൽ നിന്ന് കടന്നുപോയ എല്ലാ വ്യക്തികളുടെയും ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവേ, ശക്തമായ സാന്നിധ്യവും കൃപയും അവരിലുണ്ടാകണേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ, പ്രത്യേകിച്ച് മരണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ പ്രത്യേകം ഈശ്വരകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ദിവസങ്ങളിലെ പ്രത്യേകം നമ്മൾ മറ്റ് വിഷയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം ഒരു പുതിയ ഒരു ഭരണ സംവിധാനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായിട്ട് ഒരുങ്ങുകയാണ്. ആ മേഖലകളൊക്കെ ഒന്ന് പ്രത്യേകം 130 കോടിയിലധികം ജനങ്ങൾ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധിപന്മാരെ ഈശോയുടെ കൃപ കൊണ്ടുള്ള വലിയ അനുഗ്രഹപൂർണമായ ഒരു ഭരണ സംവിധാനം ലഭിക്കുന്നതിന് ആ മേഖലകളിലൊക്കെ വ്യക്തിപരമായിട്ട് പ്രത്യേകം ഈ ദിവസങ്ങളിൽ ഇന്ന് നാളേക്കായിട്ട് പ്രത്യേകം ആ ദിവസങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചില പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന മക്കള് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സമർപ്പിക്കുന്ന കർത്താവേ, ഒരു വലിയൊരു നന്ദി ഒരു മകൻ പറഞ്ഞിരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ചില തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പ്രഭാതത്തിലെ പ്രാർത്ഥനയോടെ ആയിരിക്കാറുണ്ട്. പ്രതീക്ഷിച്ചതിലും നല്ലൊരു ജോലി ലഭിച്ചതിന് കർത്താവിനോട് നന്ദി പറയുന്നു. ശാന്തമായിട്ടും സ്വതന്ത്രമായിട്ടും കർത്താവിനോട് നമുക്ക് സംസാരിക്കാം. തെറ്റായ ചിന്തകളൊന്നും വേണ്ട കർത്താവ്. എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ.
വിശുദ്ധി പ്രാപിക്കട്ടെ. മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആത്മീയതയുടെ വലിയൊരു അടയാളമാണ് കേട്ടോ. എൻ്റെ മനസ്സിനെയും ചിന്തകളെയും എൻ്റെ നിയന്ത്രണ വിധേയമായി മൗനമായിട്ടും ശാന്തതയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് സാധിക്കുന്നത് ആത്മീയതയുടെ ഒരു പ്രകടമായ ലക്ഷണമാണ്. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കുറയുമ്പോഴാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ചിന്ത നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ നമ്മൾ പോലും വിചാരിക്കാത്ത മേഖലകളിലേക്കൊക്കെ കടന്നു പോകുന്നത്. നാൽപ്പത്തിരണ്ട് വയസ്സായ ഒരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബം ആവശ്യപ്പെടുന്നു. ഭയങ്കര ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ്. തനിയെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പുറത്തേക്ക് വിടാനൊക്കെ ഭയം, ആത്മഹത്യ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസിയൊക്കെയുള്ള ഒരു മകൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ, അങ്ങനെക്ക് ദാനമായിട്ട് നൽകിയ എൻ്റെ ശരീരത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ, എൻ്റെ ചിന്തകളെ വിധേയപ്പെടാൻ, എനിക്ക് വിധേയപ്പെടാൻ പ്രത്യേകം വലിയൊരു ആത്മീയമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പഠനത്തിൻ്റെ മേഖലയിലെ, ജോലിയുടെ മേഖലകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കാത്ത മക്കള് പരാജയത്തിൻ്റെ പടുകുഴിയിലാണ്. ചില പ്രത്യേക ചിന്തകൾ മൂലം, ടെൻഷൻ മൂലം ഒന്നിലും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ സ്ഥലത്തു നിന്നും ശകാരം, പരാജയം, ഒരൊറ്റപ്പെടുന്ന അവസ്ഥ, തള്ളപ്പെടുന്ന അവസ്ഥ. പ്രത്യേകം ഈ മേഖലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അധികം വ്യക്തികൾ ഈ മേഖലയിൽ വിഷമം അനുഭവിക്കുന്നു. ശാരീരികമായ ബലഹീനതകൾ, ചിന്തയുടെ മേഖലയിലുള്ള ബലഹീനതകൾ മൂലം, കഴിവ് കുറഞ്ഞതിൻ്റെ മൂലം സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടുന്ന, ഒതുക്കി നിർത്തപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന വ്യക്തികൾ വർണ്ണത്തിൻ്റെ പേരിൽ. എല്ലാ മനുഷ്യരെയും സമന്മാരായി കാണാനുള്ള വലിയൊരു സൗഭാഗ്യം ഈ ലോകത്തിലെ 800 കോടി മക്കൾക്കും കൊടുക്കണ കർത്താവേ. ഇന്നലെ പിറന്നു വീഴുന്ന കുഞ്ഞും നാളെ മരിച്ചു പോകുന്ന പ്രായമായ മനുഷ്യനെയും ഒരുപോലെ കാണാനുള്ള ഒരു വലിയൊരു ഹൃദയത്തിൻ്റെ തുറവി പ്രത്യേക ഈ മേഖല ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ചില വ്യക്തികളോട് അമിതമായ അടുപ്പം എല്ലാ മേഖലകളിലും, ഇടവകയിലെ, നമ്മുടെ ജോലി മേഖലയിലെ, കുടുംബത്തിലെ മക്കളോട് പോലും ചില വ്യക്തികളെ അമിതമായി പരിധിയിൽ കവിഞ്ഞ സ്വാതന്ത്ര്യവും പരിധിയിൽ കവിഞ്ഞ ചില ആനുകൂല്യങ്ങളും കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു തിരുത്തലുണ്ടാകട്ടെ. എല്ലാവരോടും സമഭാവനയോടും ഒരുപോലെയും കരുതാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണ കർത്താവേ. എല്ലാവരോടും ഈശോയിലേക്ക് കൊടുക്കാം. ഇന്ന് വ്യാഴാഴ്ച കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ മുതലുള്ള എല്ലാ എൻ്റെ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ ശക്തമായ കരങ്ങൾ ഉണ്ടാകുന്നതിനായിട്ട് അപേക്ഷിക്കുന്നു. ഈശോയെ, അങ്ങ് എനിക്ക് വേണ്ടി
ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത വലിയ കഷ്ടപ്പാടുകളെ ഓർക്കുന്നു. ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുത്താൽ ഈ ദിനത്തേക്ക് വേണ്ട ആത്മീയമായ ഊർജത്തെ നമുക്ക് സ്വീകരിക്കാം. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ ഈശോയിലേക്ക് കൊടുക്കുക. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന എൻ്റെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്താത്തതും വേദനപ്പെടുത്താത്തതും മറ്റുള്ളവർക്ക് പ്രീതി സമ്പാദിക്കുവാൻ തക്ക ഉതകുന്നതുമാകട്ടെ ഞാനിന്ന് ഉപയോഗിക്കുന്ന വാക്കുകൾ. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും ദേഷ്യം ഇന്ന് എനിക്ക് വരുന്നില്ല എന്ന പ്രത്യേകം ഒരു കൃപ ഇന്ന് ദൈവം നമ്മളെ നിറയ്ക്കുകയാണ്. ആരോടും സൗമ്യമായിട്ട് സംസാരിക്കുകയും ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൃപ ദൈവം നമുക്ക് നൽകുന്നു. സ്തുതി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയോടുകൂടിയായതായിരിക്കട്ടെ ഈ ദിനം. വലിയൊരു അഭിഷേകമാണ്. 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റോളം സമയമെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ട് കണ്ണുകളെ അടച്ച് മറ്റ് പല വിചാരങ്ങളില്ലാതെ ആയിരിക്കാൻ സാധിക്കുന്നത് തന്നെ കർത്താവ് നൽകുന്ന വലിയൊരു കൃപയാണ്. പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഈ ശാന്തതയോടെ ഇരിക്കാനുള്ള കൃപ ലഭിക്കാത്തവരാണ് പലരും. പലവിധ ചിന്തകൾ, അസുഖം, ടെൻഷൻ, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഈശോയുടെ വലിയ കൃപയും അഭിഷേകവും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച, ഈശോയുടെ അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളിലും ശക്തമായ ഇടപെടലുണ്ടാകട്ടെ കർത്താവിൻ്റെ. സുഭാഷിതങ്ങൾ സദൃശ്യവാക്യങ്ങൾ 16:1. നീ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും, വളരെയേറെ പ്ലാനുകൾ നീ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും അന്തിമമായ തീരുമാനം, ഉത്തരം നൽകുന്നത് യഹോവയാണ്. നീ എത്ര തന്നെ പരിശ്രമിച്ചാലും യഹോവ കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിലേ അത് പൂർത്തീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. ഈശോയുടെ ഈ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനുഗ്രഹത്തിനായിട്ട് തലകളെ വണക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന മനോഹരമായ ഒരു ദിനമായിട്ട് ഇന്ന് മാറട്ടെ. എൻ്റെ ചിന്തകൾ പ്രത്യേകിച്ച് കർത്താവിന് ഒരു അസൈൻമെൻറ്റ് നമുക്ക് നൽകുന്നു. എൻ്റെ വാക്കുമൂലം ഞാൻ ഇന്ന് ആരെയും വേദനപ്പെടുത്തുകയില്ല, ദേഷ്യപ്പെടുകയില്ല, സൗമ്യമായിരിക്കും ഇന്നെൻ്റെ വാക്കുകൾ. ബാരക്മാർ പുഗ്ദാനുഹോൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ, പ്രത്യേകിച്ച് കർത്താവേ
ഇന്ന് ഈ ആരാധനയിലും ധ്യാനത്തിലും പങ്കെടുക്കുന്ന മക്കളോടും ഇവരുടെ കുടുംബാംഗങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.